പാല അൽഫോൻസ കോളേജിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കായി അഖില കേരള ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. കോളേജ് യൂണിയൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചാണ് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം നടത്തിയത്. കായികോത്സവം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. വൈജ്ഞാനിക മേഖലയിൽ മാത്രമല്ല കലാകായിക മേഖലകളിലും മികവുറ്റ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിൽ അൽഫോൻസ കോളേജ് എന്നും മുൻപന്തിയിൽ നിൽക്കുന്നുവെന്ന് രമേശ് പിഷാരടി അഭിപ്രായപ്പെട്ടു. നിങ്ങളെ കൊണ്ടാകും, നിങ്ങൾക്ക് പറ്റും. നെവർ ബെഗ്. ഒന്നിനും മുന്നിൽ ചെന്ന് കൈ കൂപ്പേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾ പൂമ്പാറ്റയുടെ പുറകെ പോയാൽ, ആ പൂമ്പാറ്റ ഓൺലൈനിലാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, പൂമ്പാറ്റയുടെ പുറകെ പോയാൽ നിങ്ങളെ കൊണ്ട് അതിനെ പിടിക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷേ നിങ്ങളൊരു പൂന്തോട്ടം ഉണ്ടാക്കൂ, അപ്പോൾ പൂമ്പാറ്റ ഇങ്ങോട്ട് വരും. ആരുടെയും മുന്നിൽ കൈനീട്ടരുത്, ആരോടും അപേക്ഷിക്കരുത്. ധൈര്യമായി നിൽക്കുക. ധൈര്യമാണ് നമ്മുടെ കൈമുതൽ. ധൈര്യമായി മുന്നേറുക. അങ്ങനെ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കൂ. ഓൾ ദ ബെസ്റ്റ് എന്ന് വന്ന് ജോബ് പറയുക. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ കുറേ നാളായിട്ട് ഒരു രക്ഷയില്ല, എനിക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഇല്ല, ആരും എൻ്റെ കൂട്ടത്തിലില്ല. എല്ലാവരും ലൈക്ക് ചെയ്താൽ വളരെ സന്തോഷമൊന്നും. ഇതാണ് പൊതുവേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. പെൺകുട്ടികളെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ തലയുയർത്തി നിൽക്കുവാൻ പ്രാപ്തരാക്കുകയാണ് അൽഫോൻസ കോളേജ് എന്ന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മാനസികാപ്പൻ MLA പറഞ്ഞു. അൽഫോൻസ കോളേജിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്ന വളരെ സന്തോഷമാണ്. ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പം തോന്നുന്നുണ്ടാവും, ഇതൊന്നും ചുമ്മാ പ്രസംഗിക്കണ്ട, ഞങ്ങൾക്ക് രമേശ് പിഷാരടി പ്രസംഗം കേൾക്കേണ്ടത്. അത് മനസ്സിലായിക്കൊണ്ട് തന്നെ അത്തരം ഒരു പണിക്ക് ഞാനില്ല. വേൾഡ് കപ്പ് നേടാൻ പോകുന്ന ടീം ഏതാണെന്ന് പറയാമോ? എന്നാൽ ഞാൻ പറയുന്നു, കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കും. അതൊരു ബെറ്റായിട്ട് ഇരുന്നോട്ടെ. തോറ്റെങ്കിൽ ഞാനിവിടെ വന്ന് എന്തെങ്കിലും സമ്മാനം തന്നോളാം. ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച ഈ പെനാൽറ്റി ഷൂട്ടൗട്ട് മത്സരത്തിന് ഞാൻ എല്ലാ ആശംസകളും നേടിയാണ്. അൽഫോൻസ കോളേജ് എന്ന് പറയുന്നതും സെൻറ് തോമസ് കോളേജ് എന്ന് പറയുന്നതും പാലായിലെ ഏത് വ്യക്തിക്കും അഭിമാനിക്കാവുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ്. കായിക രംഗത്ത് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള, ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന കാലം മുതൽ, തീരെ കുഞ്ഞു ക്ലാസ്സിൽ മുതൽ പഠിക്കുമ്പോൾ അൽഫോൻസ കോളേജിനെ കുറിച്ച് കേൾക്കുന്നതാണ്. കായിക രംഗത്ത് എല്ലാ പ്രോത്സാഹനവും നൽകി കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കോളേജിനും എല്ലാ ആശംസകളും നേരുന്നു. ഇത് ഉദ്ഘാടനം ചെയ്യാൻ എന്നെക്കാൾ യോഗ്യൻ രമേശ് പിഷാരടി ആയതുകൊണ്ട് ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കുന്നതായിരിക്കും. കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ഡോക്ടർ സിനി തോമസ് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് 20ഓളം സ്കൂളുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അറക്കുളം, ഹൈസ്കൂൾ വിഭാഗത്തിൽ സെന്റ് ലിറ്റിൽ തെരേസ സ്കൂൾ വൈക്കം, UP വിഭാഗത്തിൽ സെന്റ് മേരീസ് സ്കൂൾ പാല എന്നീ സ്കൂളുകൾ ചാമ്പ്യന്മാരായി. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ സ്കൂളുകൾക്കും ഫുട്ബോൾ സമ്മാനമായി നൽകി. ഫാഷൻ ഷോ, എയറോബിക്, ഡാൻസ്, കലാപരിപാടികൾ എന്നിവയും കായികോത്സവത്തിന് നിറം പകർന്നു.